ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളുടെ ഓർഗൻ ഡൊണേഷനെ വളരെയധികം ഡാമേജ് ചെയ്തിട്ടുണ്ട്. ആശുപത്രിക്കാർ ആർട്ടിഫിഷ്യലായിട്ട് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓർഗൻ മോഷ്ടിക്കുന്നതായിട്ടുള്ള കഥകൾ, പിന്നെ ചില ഫിലിം സെലിബ്രിറ്റീസ് അവയവദാനം ഒരു കളിപ്പീരാണെന്നുള്ള മട്ടിലുള്ള മെസ്സേജസ്. പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായത് ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 1-2 ഡോക്ടർമാർ അവയവദാനത്തിനെതിരായിട്ട് കോടതിയിൽ കേസ് കൊടുക്കുകയും അങ്ങനത്തെ ഉള്ള ഒത്തിരി തെറ്റിദ്ധാരണജനകമായിട്ടുള്ള മാധ്യമങ്ങളോടെ വന്നതുകൊണ്ട് നമ്മളുടെ നാട്ടിൽ അവയവദാനം ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾക്ക് ഈ പ്രോഗ്രാം ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് പോകാതിരുന്നത്. 2016 ഞാൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏകദേശം 20ഓളം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി സ്പീക്കിംഗ് കേരളത്തിലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് റിസൾട്ട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി ഓൾസോ. വളരെ മെറ്റിക്കുലസ് ആയിട്ട് നടന്നു. ഇപ്പം എറണാകുളത്തുണ്ട് 2, പാമ്പ്രദായിലുണ്ട്, ഇവിടെയുണ്ട്, കാലിക്കറ്റിൽ 2 ഹോസ്പിറ്റൽസ് നടക്കുന്നുണ്ട്. ഡോക്ടർമാരുണ്ട്, ഇപ്പോഴുണ്ട്, ഹാർട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള രോഗികളുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞാൻ 4 പേഷ്യൻസിനെയാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടത്. ഡൊണേഴ്സിനെ അല്ല, റെസിപ്പിയൻസിനെ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ കേരളത്തിൽ ഡൊണേഷൻ ഈസ് നോട്ട് ഹാപ്പനിങ്. ഒരിടയ്ക്ക് നമ്മൾ വളരെ ഫ്രീക്വൻ്റായിട്ട് ഡൊണേഷൻസ് സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടാത്തൊരു ഗ്രൂപ്പ് ഉള്ള ഒരു ഡോണർ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബീങ് ഷെയർഡ് വിത്ത് അതർ സ്റ്റേറ്റ്സ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഓർഗൻ ഡൊണേഷനിൽ നമുക്ക് ഒരു നോട്ടോ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്, നാഷണലായിട്ടുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പ്രോഗ്രാം. പിന്നെ ഉള്ളത് റോട്ടോയാണ്, റീജിയൻസ് 3 റീജിയൻസ് ഇന്ത്യയിലുണ്ട്. പിന്നെ ഉള്ളത് സോട്ടോയാണ്, ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റിലും ഡോണേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ റെസിപ്പിയൻസിന് മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇവിടെ റെസിപ്പിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ റീജിയനിലുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊടുക്കാം. ആ റീജിയനിലെ റെസിപ്പിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലിലേക്ക് നമുക്ക് അവർക്ക് എടുക്കാം. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ ഡോക്ടർമാരും ആശുപത്രികളും ഇല്ലാത്തതല്ല. ഇപ്പോഴത്തെ പ്രശ്നം ഹാർട്ട് റിസീവ് ചെയ്യാനായിട്ട് റെസിപ്പിയൻസ് ഇല്ലാത്തതല്ല. ഇപ്പോഴത്തെ പ്രശ്നം ഡൊണേഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ 10 ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നപ്പോൾ അത് 10 ഫാമിലീസ് they were willing, they came forward for they agreed for the transplantation. അപ്പം സ്വത പറയുന്നത് ഡോക്ടേഴ്സിന്റെ പെർസെപ്ഷനാണ് പ്രശ്നം. ഡോക്ടേഴ്സ് ഇതിനൊരു പേടിയാണ്. ബ്രെയിൻ ഡെത്ത്, സ്റ്റെം ഡെത്തിന് കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട്, അത് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും അത് ഫോളോ ചെയ്യാൻ, അതായത് അവർക്ക് ആ തലവേദന എടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അവർ റെഫ്യൂസ് ടു സർട്ടിഫൈ. അങ്ങനെ ഒരു അവസ്ഥയാണ്. അല്ലാതെ ആളുകൾക്ക് അവയർനെസ് ഇല്ലാത്തതല്ല, ആളുകൾ ദേ ആർ വില്ലിങ്, ഫാമിലീസ് വില്ലിങ് ആണ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഈ ഡോക്ടർമാരുടെ ഭയം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ സർട്ടൻ കേസസ് ഫൈൽഡ് അഗൻസ്റ്റ് ദം. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് എ ന്യൂറോ സർജൻ ഇൻ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ഐ എം നോട്ട് നെയിമിംഗ് ദ പേഴ്സൺ. ഹീ ഈസ് ദ ഗൈ ഹു ഹാസ് ഡൺ ദ മാക്സിമം ഡാമേജ്. And he has been calling all the empaneled doctors, threatening them that if you certify it, I will file case against you in person. He has written letters. He has written a letter to me too, saying that, I am not a trained transplant surgeon. And അതുപോലത്തുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ. വൈ ഗവൺമെൻറ് ഹാസ് നോട്ട് ടേക്കൺ ആക്ഷൻ അഗൻസ്റ്റ് ഇറ്റ്? മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കെതിരായിട്ട് ലെറ്റർ വന്നു. സ്വന്തം മകൻ്റെ ഹൃദയം അവയവം കൊടുത്ത പേരൻസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ മകൻ ബ്രെയിൻ ഡെഡ് അല്ലായിരുന്നു, ഡോക്ടർമാർ അവയവം മോഷ്ടിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഇദ്ദേഹം വ്യക്തിപരമായിട്ട് അവരുടെ വീടുകളിൽ പോയി ഇന്ന ആൾക്കാർ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്ത ഡോക്ടർമാർക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കേസ് കൊടുത്തേക്കുന്ന കേസസ് ഇവിടെയുണ്ട്. സോ പീപ്പിൾ ആർ സ്കേർഡ്. So who should come? The government should come and protect them, because it's the government is the one which is scared noise, and these doctors represent the government. കേസ് ജയിച്ചോ ഇല്ല എന്നുള്ളത് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് ദെൻ ഹി ഗോസ് ടു ദ മീഡിയ. ഈവൻ യു വുഡ് ഹാവ് പ്രോബ്ലി സീൻ ദ ഫുൾ പേജ് സപ്ലിമെൻ്റ് അബൌട്ട് ഹിം ഇൻ വൺ ഓഫ് ദ ലീഡിങ് മലയാളം ഡെയിലീസ് ഓൺ സൺഡേ സപ്ലിമെൻറ്റ്, ഒറ്റയാട് പോരാട്ടം എന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം മീഡിയ കൊടുക്കുന്നു. കാരണം പീപ്പിൾ ഓൾവേസ് ലിസൺ ടു നെഗറ്റീവ് ന്യൂസ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഒന്നാമത് ഇവൻ്റെ ഓർഗൻ ഡൊണേഷൻ മാഫിയ എന്ന് പറയുന്നൊരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഓർഗൻ ഡൊണേഷൻ ആരെങ്കിലും ഒരു മാനിപ്പുലേഷൻ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി വിൽ ബിലീവ് ദം റാദർ ദാൻ ബിലീവിങ് ദ ഡോക്ടേഴ്സ്. So the doctors want a peaceful life. I don't want to certify brain stem death and next day somebody come and say that I'm going to file a case against you. It comes in the media.
individual doctors are being criticized. So it is very traumatizing for the doctors to get a case against them for things which they have not done anything. But can one doctor be held accountable for certifying brain death? Because it's a panel. At the end of the day, it's a panel which is certified. Yes. So He wrote a letter to all the panelists, or at least the panelists whom he knows. He may not be knowing exactly who all certified. See, maximum transplantation now is happening in Trivandrum. Donations are happening in Trivandrum in KIMS Hospital. And they need neurologists from Chitra or from Medical College to come and do the brain stem certification. So if a person want to ruin the program, he see this program and he understand it, who has come and certify the brain stem death, and then he specifically target them. I will tell you an example of a transplant which I did about 3 years ago. The donor was from a place called Kottarakara. And his wife and he got a small child. And this guy was a very active social worker. And he had a bike accident, and his wife agreed to donate the organs. And we took it from Trivandrum and brought it here. And the donor recipient is still surviving. So this recipient and donor, the donor's wife, they always keep in touch with them, meet during occasions and everything. So one day this girl, the wife, called me and said that, sir, a guy called on the telephone and told that her husband was not brain dead. And the doctors made 1.5 crores out of certifying brain death on your husband. And he was telling all the calculations, heart this much, kidney this much, lung this much and everything. So what will this poor lady feel? And she will have, she only signed the consent to give the heart or organs of her husband. So will she ever be peaceful in her rest of her life? ഡോക്ടർ ഈ ബ്രെയിൻ ഡെഡ് ആണെന്ന് നമുക്ക് ഒരു ഫാമിലിക്ക് ഇത് കൺവിൻസ്ഡ് ആവണമെങ്കിൽ അവർക്കും അവരുടേതായ കൺസേൺസ് ഉണ്ടാവുമല്ലോ. അത് ഭയങ്കര മാനുഷികമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പം അത്തരത്തിലുള്ളൊരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് കൊണ്ടും ആയിരിക്കാമല്ലോ ഒരു പക്ഷെ നമുക്ക് ഓർഗൻ ഡൊണേഷൻ്റെ നമ്പർ കുറയുന്നത്. ആക്ച്വലി ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്ന് പറയുന്നതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും വളരെ ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി നോംസ് ഉണ്ട്. ഹൂ ഈസ് ബ്രെയിൻ ഡെഡ്? ബ്രെയിൻ സ്റ്റെം ഡെത്ത് സ്ഥിരീകരിക്കാനുള്ള 4-5 ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്ത് അത് കൺഫേം ചെയ്ത്, അത് ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം ടെസ്റ്റുകൾ ചെയ്ത് കൺഫേം ചെയ്ത് മൾട്ടിപ്പിൾ പാനൽ ഓഫ് ഡോക്ടേഴ്സ്, not from the same hospital. The state government has got a panel of doctors from outside. അപ്പോൾ ലിസി ഹോസ്പിറ്റൽ ഒരു ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരല്ല അവിടുത്തെ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ടു ബി സർട്ടിഫൈഡ് ബൈ അതർ ന്യൂറോളജിസ്റ്റ്, ന്യൂറോസർജൻസ്, ഫിസിഷ്യൻസ് ഫ്രം ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഓർ അതർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹു ആർ എംപാനൽഡ് ടു ഡു ദാറ്റ്. അവർ വന്ന് ഈ ടെസ്റ്റുകൾ ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത്. അതിനകത്തുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു റെസിപ്പിയൻ്റ്, ഇപ്പം ഞാൻ ഐ എം എ കാർഡിയക് ട്രാൻസ്പ്ലാന്റ് സർജൻ, ഐ ക്യാൻ നോ വേ ഗെറ്റ് ഇൻവോൾവ് വിത്ത് ബ്രെയിൻ സ്റ്റെം സർട്ടിഫിക്കേഷൻ. ഐ എം എ പാർട്ടി ടു ദ ട്രാൻസ്പ്ലാന്റ്. ഐ എം എ പാർട്ടി ടു വൺ ഓഫ് ദ ഓർഗൻസ് ബീങ് ടു ബി ഹാർവെസ്റ്റഡ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ എല്ലാം എക്സ്ക്ലൂഡ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പാനലാണ് ഇത് ടെസ്റ്റുകൾ ചെയ്യുന്നത്. പക്ഷേ ഇതിലുള്ള മെയിൻ പ്രോബ്ലം, ആസ് യു റൈറ്റ്ലി സെഡ്, communicating with the family is lacking many times, and that is not the job of the hospital. That is the job of the transplant program of the state. കാരണം സ്റ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഫാമിലിയിലേക്ക് വന്നെങ്കിലേ ഉള്ളൂ ഇതിന് സുതാര്യത കിട്ടത്തുള്ളൂ. ഒരു ഹോസ്പിറ്റൽ ചെയ്യുന്ന പ്രോഗ്രാം അല്ല ഇത്. അതാണ് നമുക്ക് മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് കേരളത്തിൽ, KNOS, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിങ്. അതിനൊരു പ്രസിഡന്റ്, സെക്രട്ടറി ഉണ്ട്, അതിന് ചെയർമാൻ ഉണ്ട്, ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പക്ഷേ അവർക്ക് they don't have enough staff to communicate with the donor family, to organize, coordinate all these things. So lot of times the doctors in the same hospital end up in doing their job, which will make it less transparent. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ഡോണറിൻ്റെ മദറിനോടോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ they will always think that ഈ ഡോക്ടർ ജോസിനത് because he got a patient needing a heart, so he may be trying to get a heart out of my son or husband എന്ന് ചിന്തിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ
നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓർഗനൈസേഷൻസും സ്റ്റാഫും ഇതുമായിട്ട് അവരുമായിട്ട് സംസാരിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനൊരു സുതാര്യത വരത്തുള്ളൂ. ദെൻ ഓൺലി ദർ വിൽ ബി നോ ക്രിറ്റിസിസം. നേരത്തെ ഈ ക്രിറ്റിസിസം വന്ന പലതും ഹോസ്പിറ്റൽസിനെതിരായിട്ടായിരുന്നു, നോട്ട് അഗൻസ്റ്റ് ദ ഗവൺമെൻറ്. ഈ പ്രോബ്ലം വന്നപ്പോൾ തന്നെ ഞാൻ ദാറ്റ് വാസ് ഇൻ 2017 ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഐ വെൻ്റ് ആൻഡ് മെറ്റ് ദ ചീഫ് മിനിസ്റ്റർ, I went and met the health minister and said that the government has to be proactive. That was the first government. Shailaja teacher was the chief health minister at that time. അപ്പോഴെല്ലാം അവർ പറഞ്ഞിരുന്ന ഡോക്ടറെ സൊസൈറ്റിക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്, ആ സംശയങ്ങൾ നിവാരണം ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. Then only we can focus on organ donation. That time itself I told both chief minister and health minister, അന്ന് ഞാൻ പറഞ്ഞ വാക്കിയതാണ്, സൂര്യ കൊണ്ട് എടുക്കേണ്ടത് മാഡം നമ്മൾ തൂമ്പ കൊണ്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വരും. എക്സാക്ട്ലി ദാറ്റ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. അന്ന് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് വന്ന് ഇവിടെ നടക്കുന്ന എല്ലാ അവയവദാനവും ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫിക്കേഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നടക്കുന്നതെന്നും ഒരു ഗവൺമെൻറ് എംപാനൽ ചെയ്തേക്കുന്ന ഡോക്ടർമാരാണ് ഈ പരിശോധനകൾ നടത്തുന്നതെന്നും അതിനകത്ത് ഒരു രീതിയിലും ക്രിറ്റിസിസത്തിന് ഒരു ലൂപ്പ് ഹോൾ ഇല്ല എന്നും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും അന്ന് ഹെൽത്ത് ഗവൺമെൻറ്റോ ഹെൽത്ത് സെക്രട്ടറിയോ ചീഫ് മിനിസ്റ്ററോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളുടെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. അവരത് സപ്പോർട്ട് ചെയ്തില്ല. സോ പാസീവ്ലി ദേ വർ കൈൻഡ് ഓഫ് അക്സെപ്റ്റിംഗ് ദ ഫാക്ട് ദാറ്റ് ദർ ഈസ് സംതിങ് ഹാപ്പനിങ്. അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വന്നത് ഓർഗൻ ട്രേഡാണ്. ഇപ്പോൾ കിഡ്നീസ്, ഈവൻ നൗ കിഡ്നീസ് ആർ ബീയിങ് ബോട്ട് ആൻഡ് സോൾഡ് ഫോർ lakhs of rupees. And that is being confused with brain stem death donation. Brain stem death donation, there is not even a single pie being transacted. ഇപ്പോൾ കോഴിക്കോട്ട് ഒരു ഡോണർ ഉണ്ടായെന്നുണ്ടെങ്കിൽ അത് ലിസി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡോക്ടർ ജോസ് ചാക്കോയുടെ ഒരു പേഷ്യൻ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് ബീങ് അലോക്കേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ ഡോണർക്ക് റെസിപ്പിയൻ്റ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. അത്രമാത്രം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ. ദർ ഈസ് നോ ചാൻസ് ഫോർ എനി മണി മാനിപ്പുലേഷൻസ്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആൾക്കാരുടെ വിചാരം കിഡ്നി വിൽക്കുന്നത് പോലെയാണ് ഇപ്പോഴും ഈ ബ്രെയിൻ സ്റ്റെം ഡെത്ത് നടക്കുന്ന ഓർഗൻസ് വിൽക്കപ്പെടുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ അതിനകത്ത് മറിയുന്നുണ്ടെന്നുള്ളൊരു സംശയം പൊതുവെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ദാറ്റ് ഹാസ് ടു ബി ക്ലാരിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഓൺലി. ഐ കാൺ ഡു എനിത്തിങ്. എല്ലാവരും പറയും ഡോക്ടേഴ്സ് യു ഷുഡ് കം ഫോർവേഡ് ടു ക്ലാരിഫൈ ദ ഡൗട്ട്സ് ഓഫ് ദ പീപ്പിൾ ബിക്കോസ് വി ആർ എ പാർട്ടി ടു ദ ട്രാൻസ്പ്ലാന്റേഷൻ. നോബഡി വിൽ ട്രസ്റ്റ്, നോബഡി വിൽ ബിലീവ് വാട്ട് വി സേ. ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. And that is what happened in Tamil Nadu also. The government is proactive. Karnataka also it is. Maharashtra also. Ella stateilum the government came forward. So our state government has to come forward to clarify the doubts and tell the public that this is transparent, and they should strongly involve in this program, and they should strongly take actions against people and activities criticizing the government program.